ഹായ് ഹലോ എല്ലാവർക്കും എവസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ ഹെയർ ആക്സസറീസും അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ റിസ്റ്റ് ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നമ്മളെ കയ്യിൽ അണിയുന്ന ആ ഒരു സംഭവം. അപ്പോൾ അതിനായിട്ട് ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ വീഡിയോസും ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള എല്ലാ 6 ഐഡിയാസും നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇതുപോലെ നീളത്തിലുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റിൽ നമ്മൾ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. സൈഡിൽ നമുക്ക് ഗ്ലൂ ഗണ്ണും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഏതെങ്കിലും പശ ഉപയോഗിച്ച് നല്ല ഒട്ടി നിൽക്കുന്ന പശ ഉപയോഗിച്ച് ചെയ്താലും മതി കേട്ടോ. അടുത്തത് നമ്മൾ ഹെയർ ക്ലിപ്പാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച്, വെള്ള, പച്ച 3 കളറിൽ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഒരു സ്ക്വയർ പീസിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ കളറും 2 എണ്ണം വീതം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അലിഗേറ്ററി ക്ലിപ്പിൻ്റെ മുകളിൽ ഓറഞ്ച്, വെള്ള, പച്ച എന്നുള്ള ആ ഓർഡറിൽ ഒന്ന് ഒട്ടിച്ചു കൂടെ കൊടുക്കാം. മുകളിൽ വേണമെങ്കിൽ നമുക്ക് വല്ല വൈറ്റ് സ്റ്റോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പൊന്നൂസ് ഇട്ടിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്കും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കട്ടുള്ള പേപ്പർ 4ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടെടുത്തിട്ടുള്ള അതേപോലെ തന്നെ ആ ഗ്ലിറ്റർ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് ഓറഞ്ചിലും അതുപോലെ തന്നെ വെള്ളയിലും നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള വർക്കുകൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓറഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈസിൽ തന്നെ നമുക്ക് വൈറ്റും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടിയുള്ള പേപ്പർ വെച്ച് നമുക്ക് ട്രേസ് ചെയ്തിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ടിയുള്ള പേപ്പർ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വൈറ്റിൻ്റെ ആ ഒരു കോർണർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓറഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കിയും കൂടെ കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ ഹെയർ ബാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനായിട്ട് വാങ്ങണമെന്നില്ല, ഞാൻ പഴയ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈഡിൽ എവിടെയാണ് ആ ബോ വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരെ ആദ്യം ഒന്ന് ഒട്ടിച്ച് ഈ ഒരു സൈഡ് ഫില്ലാക്കി അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റ റൗണ്ടിൽ ഫുള്ളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അവിടെ വരെ കട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു കേട്ടോ. ഇനി ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു ബോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബാൻഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോ ഉണ്ടാക്കിയിട്ട് നമ്മൾ പഴയ ഏതെങ്കിലും ഹെയർ ബാൻഡ് മതി നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ അലിഗേറ്ററി ക്ലിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ ക്ലിപ്പായാലും മതി. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ നമ്മളത് വെച്ചിട്ട് പിന്നെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഈ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കോയിനോ അത്രയും ചെറിയ പീസ് മതി. അപ്പോൾ കോയിൻ്റെ ഒരു സൈസൊക്കെ മതി കേട്ടോ. അതിൽ നമ്മൾ ചെറിയൊരു ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കാൻ മതി. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അയൺ ബോക്സിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്യൂട്ടായിട്ട് ഈ ഒരു ഫ്ലവർ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ബോക്സിലൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ആകെ ഇതൊക്കെ 1 ഡേ യൂസ് മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നൊക്കെ തന്നെ ഇത് ഇടുള്ളൂ. പിന്നെ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെയും ഒക്കെ കുത്തി കൊടുക്കും. അല്ലാത്തവർ കുറച്ചൊക്കെ വലിയ കുട്ടികളാണെങ്കിൽ ആ ഒരു ഡേ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. നമുക്ക് അയൺ ബോക്സിൻ്റെ മുകളിലും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്യൂട്ടായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ജോഡിയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഡ്രസ്സിൽ കുത്തുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു ചെറിയൊരു കൊടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് അതുപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ സെൻറ്ററിൽ ഈ ഒരു വൈറ്റ് സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളറിലെ നമ്മളെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. ഇനി അത് വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് ബ്ലൂ കളറാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ ഒരു ബാഡ്ജ് പോലെ നമ്മളിവിടെ ഡ്രസ്സിൽ കുത്താൻ വേണ്ടിയിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നമ്മളെ B7000 ആ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒട്ടിയെടുക്കാനുള്ള ടൈം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ടൊന്ന് ബാക്കിലൊന്ന് കൊടുത്തു എന്നുള്ളൂ. അതിൻ്റെ താഴെ ഞാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വണ്ണം ചെയ്യുന്നത് ഈ 3 കളർ നമ്മൾ ഇതുപോലെ നീളത്തിൽ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വണ്ണില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ മുടി മടഞ്ഞെടുക്കും പോലെ ഒന്ന് മടഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ടൊന്ന് മടഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് വേണ്ട ലെങ്ത്ത് വരെ ആക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് അലിഗേറ്ററി ക്ലിപ്പിൽ വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മളെ നോർമൽ സാധാരണ നീളത്തിലുള്ള ആ ഒരു ക്ലിപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ അതിലുള്ള ആ ഒരു സൈസിൻ്റെ ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ട് ചെയ്തതായിരുന്നു. ഞാൻ വലിയ ക്ലിപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മടഞ്ഞെടുത്തതായിരുന്നു. പക്ഷെ നോക്കിയിട്ട് വലിയ ക്ലിപ്പൊന്നും കാണാനുണ്ടായിരുന്നില്ല.
ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എൻ്റെ കയ്യിൽ കുറേ മുന്നേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് മെറ്റീരിയലൊന്നും വാങ്ങാത്തത് കൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നീളത്തിലുള്ള ഒരു ക്ലിപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ നീളത്തിലുള്ള ആ ഒരു ക്ലിപ്പിൽ നമ്മൾ ഇതുപോലെ മറ്റേത് വെച്ചിട്ട് തന്നെ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. അതല്ല ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ടിക്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലിപ്പിലോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരിക്കും ലവ് യു, ബൈ.